ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഡയറി എഴുതാം എന്നുള്ളതാണ് പഠിച്ചത്. ഫാറ്റ് ബോയുടെ ഡയറിയൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. അതുപോലെ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ ഒരു വേർഡ് വെബ് പോലെ പോയിന്റ്സ് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ഡയറി ആക്കിയിട്ട് എഴുതിയാൽ മതി. പോയിന്റ്സ് ആദ്യം എഴുതി വെച്ചിട്ട് ഡയറി എഴുതും നേരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടീച്ചർ ഒരു ടൂർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു ട്രിപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട് അല്ലേ. ബീച്ച് കാണുന്നുണ്ട്, സൂ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ടീച്ചർ നമുക്ക് തന്നെ എഴുതിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ്സ് ഞാൻ പറയാം. ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു ദ ബീച്ച് ആൻഡ് ദ സൂ. ഞാൻ ബീച്ചിലേക്കും സൂവിലേക്കും ഒരു ട്രിപ്പ് പോയി. എന്നിട്ടോ ഐ ലെഫ്റ്റ് ഓൺ മൺഡേ എന്നാണ് പോയതെന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. മൺഡേ 9th November 2020 പോയത്. ആഫ്റ്റർനൂൺ ഉച്ചക്ക്. ഐ ഹാഡ് മൈ ലിറ്റിൽ ഫ്രണ്ട്സ് വിത്ത് മീ. എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. വി ട്രാവൽഡ് ബൈ എ ബസ്. ഞങ്ങൾ ബസ്സിലാണ് പോയത്. ഓൺ ദ വേ വി സോ മെനി തിങ്സ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ശേഷം ആദ്യം എവിടെ എത്തിയതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വി റീച്ച്ഡ് ദ ബീച്ച്. ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നു. അവിടെ എത്തി. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തി. ഐ ഫെൽറ്റ് സോ ഹാപ്പി. എനിക്ക് വളരെയധികം സന്തോഷമായി. ദ കൂൾ വേവ്സ് ആൻഡ് ദ ബ്ലൂ സീ. ആ നീലക്കടലും ആ തണുത്ത തിരമാലകളും വെരി ബ്യൂട്ടിഫുൾ. കാണാൻ വളരെ ഭംഗിയായിരുന്നു. ദ വേർ എ ലോട്ട് ഓഫ് പാം ട്രീസ്. അവിടെ ഒരുപാട് പാം ട്രീസുകൾ ഉണ്ടായിരുന്നു. ദെൻ വി വെൻറ്റ് ടു ദ സൂ. അവിടെ നിന്ന് ഞങ്ങൾ സൂവിലേക്ക് പോകുന്നു, മൃഗശാലയിലേക്ക് പോവുകയാണ്. വി സോ ദ മീറ്റ് ഈറ്റിംഗ് ടൈഗർ. നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരു ടൈഗറിനെ കണ്ടു. അതിനുശേഷമോ ആൻ ആപ്പിൾ ഈറ്റിംഗ് മങ്കി. ആപ്പിൾ കഴിക്കുന്ന ഒരു മങ്കിയെ കണ്ടു. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ക്രൊക്കഡൈൽ. ഉറങ്ങുന്ന ക്രൊക്കഡൈൽസിനെ കണ്ടു അല്ലേ, മുതലകളെ കണ്ടു. ഡാൻസിങ് പീക്കോക്ക്. നൃത്തം ചെയ്യുന്ന പീക്കോക്കിനെ കണ്ടു. ആൻഡ് എ ഹിപ്പോ വിത്ത് ഇറ്റ്സ് ബിഗ് മൗത്ത് ഓപ്പൺ. ഒരു ഹിപ്പോയെ കണ്ടു അല്ലേ, അതിൻ്റെ വലിയ മൗത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുള്ള ഒരു ഹിപ്പോയെ കണ്ടു. ദ ഡാൻസിങ് പീക്കോക്ക് വാസ് ദ സീൻ ദാറ്റ് ഐ ലൈക്ക്ഡ് മോസ്റ്റ്. ആ ഡാൻസ് കളിക്കുന്ന പീക്കോക്കിനെ കണ്ടിട്ടുള്ള കാഴ്ച ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഐ ഹാവ് എൻജോയ്ഡ് ദ ട്രിപ്പ് വെരി മച്ച്. എനിക്ക് ഈ ട്രിപ്പ് വളരെയധികം ഇഷ്ടമായി. ദാറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ വൺ ഫോർ മീ. എന്നെ സംബന്ധിച്ച് അതൊരു മറക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ടീച്ചർ ട്രാവലിംഗ് എക്സ്പീരിയൻസിൻ്റെ മോഡലാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയാണ് നമുക്ക് എഴുതുവാനുള്ളത്. ആക്ടിവിറ്റി 3 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 47 അനാസ് പേപ്പർ ബോട്ട് സെയിൽഡ് ത്രൂ സെവറൽ പ്ലേസസ് ആൻഡ് സോ മെനി തിങ്സ്. അനയുടെ പേപ്പർ ബോട്ട് ഒരുപാട് പ്ലേസുകൾ സന്ദർശിച്ചു, ഒരുപാട് കാര്യങ്ങൾ കണ്ടു. റീഡ് ഹൗ അനാസ് പേപ്പർ ബോട്ട് ഡിസ്ക്രൈബ്സ് ഇറ്റ്സ് എക്സ്പീരിയൻസസ്. അനയുടെ പേപ്പർ ബോട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതൊന്നും നമുക്ക് വായിച്ച് നോക്കാം. ഐ ആം എ പേപ്പർ ബോട്ട്. ഞാനൊരു പേപ്പർ ബോട്ടാണ്. അനാസ് ഓണ്ട് മെയ്ഡ് മീ. അനയുടെ ആൻറ്റിയാണ് എന്നെ ഉണ്ടാക്കിയത്. വൺ ഡേ അന പുഷ്ഡ് മീ ഇൻ ടു എ സ്ട്രീം. ഒരു ദിവസം അന എന്നെ സ്ട്രീമിലേക്ക് ഒഴുക്കുന്നു. ഐ സെയിൽഡ് അലോങ് ദ സ്ട്രീം. ഞാൻ ആ സ്ട്രീമിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. ഐ സോ മെനി തിങ്സ്. ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഫ്ലവറിങ് പ്ലാന്റ്സ് ഡാൻസ്ഡ് ഓൺ ദ ഷോർ. അവിടെ തീരത്ത് ഒരുപാട് പൂക്കളുള്ള പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. എ ഫ്രോഗ് പൗൺസ്ഡ് ഓൺ മീ. ഒരു ഫ്രോഗ് എൻ്റെ മേലെ ഒന്ന് ചാടി നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനയുടെ ബോട്ട് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്. അതായത് ഇന്നത്തെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസസ് വൈൽ ട്രാവലിംഗ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത്തരം വല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? റൈറ്റ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ ട്രാവലിംഗ് എക്സ്പീരിയൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് എഴുതണം. വെൻ ഡിഡ് യു ഗോ? നിങ്ങൾ എന്നാണ് പോകുന്നത്? അത് എഴുതണം. ഹൂ വേർ വിത്ത് യു? ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? അടുത്തതോ വാട്ട് ഡിഡ് യു സീ ഓൺ ദ വേ? ആ വഴിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അടുത്തതോ വാട്ട് ഫുഡ് ഡിഡ് യു ഹാവ്? നിങ്ങൾ എന്ത് ഫുഡാണ് കഴിച്ചത്? അത് എഴുതാം. വിച്ച് സൈറ്റ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതായിരുന്നു? അത് എഴുതാം.
ഹൗ ഡിഡ് യു ഗോ? നിങ്ങൾ എങ്ങനെയാണ് പോയത്? ബൈ ബസ് ഓർ ബൈ ട്രെയിൻ? ബസ്സിലാണോ ട്രെയിനിലാണോ? അതിനൊക്കെ ശേഷം ഹൗ വാസ് ദ ട്രിപ്പ്? ആ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഹാപ്പി ആയിരുന്നോ? സാഡ് ആയിരുന്നോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസിൽ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മോഡലാണ് ടീച്ചർ ആദ്യം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മൾ യാത്ര ചെയ്ത ഒരു സ്ഥലത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു വേ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എൻ്റെ ഒരു മോഡലാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതിലും നിങ്ങൾ നടത്തിയ യാത്രകളെക്കുറിച്ച് ഇതിലും നന്നായിട്ട് എഴുതാൻ പറ്റും. സോ അങ്ങനെ കൂടി നിങ്ങൾ ശ്രമിച്ചു നോക്കണം. നമ്മളിന്ന് എഴുതാൻ പോകുന്നത് ഊട്ടിയിലേക്ക് പോയ ട്രിപ്പിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു ഊട്ടി. ഞാൻ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പിന് പോയി. ഐ ലെഫ്റ്റ് ഓൺ മൺഡേ 5th October 2020. ഒക്ടോബർ 2020 മൺഡേയിലാണ് നമ്മൾ ഈ ടൂറിന് പോകുന്നത്. എപ്പോഴാണ്? മോർണിംഗ്. ഐ ഹാഡ് മൈ ഫാദർ ആൻഡ് മദർ ആൻഡ് ബ്രദർ. എൻ്റെ കൂടെ ഫാദറും മദറും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു. വിത്ത് മീ. വി പാക്ക്ഡ് അവർ ബാഗ് ആൻഡ് വി ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ടു മേട്ടുപ്പാളയം. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ട്രെയിനിൽ മേട്ടുപ്പാളയത്തേക്ക് പോയി. ഫ്രം ദർ വി ബുക്ക്ഡ് എ വാൻ ആൻഡ് റീച്ച്ഡ് എ റിസോർട്ട് ഇൻ ഊട്ടി. അവിടെ നിന്നൊരു വാൻ ബുക്ക് ചെയ്ത് നമ്മൾ ഊട്ടിയിലെ ഒരു റിസോർട്ടിലെത്തി. വി ടൂക്ക് മെനി ഫോട്ടോസ് ഇൻ ദ മോസ്റ്റ് അമേസിങ് സീനറി സ്പോട്ട്സ്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഏറ്റവും കാണാൻ ഭംഗിയുള്ള പ്ലേസുകളിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തു. നമ്മളവിടെ എന്തൊക്കെയാണ് കണ്ടു? വി സോ സിംസ് പാർക്ക്, ടീ ഗാർഡൻ, അതുപോലെ തന്നെ പൈക്കര വാട്ടർഫാൾസ് ആൻഡ് ഡീർ പാർക്ക് ആൾസോ. അവിടെ ഡീർ പാർക്കും ടീ ഗാർഡനും ഒക്കെ നമ്മൾ കണ്ടു. ഇൻ ദ ഈവനിങ് വി വിസിറ്റഡ് ബോട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ വൈകുന്നേരം ബോട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്തു. തൗസൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് അറേഞ്ച്ഡ് ഇൻ മൈൻഡ് ബ്ലോവിങ് മാനർ. ഒരുപാട് ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ള തരത്തിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദ മോസ്റ്റ് ഓസം പാർട്ട് ഓഫ് മൈ ട്രിപ്പ് ഈസ് ദ ബോട്ടാണിക്കൽ ഗാർഡൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് ബോട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്തതാണ്. ഞാൻ ഓൾസോ റൈഡ് ഹോഴ്സസ് ഇൻ ഊട്ടി. ഊട്ടിയിൽ ഞങ്ങൾ ഹോഴ്സിനൊക്കെ റൈഡ് ചെയ്തു. ഐ ഫെൽറ്റ് സോ ഹാപ്പി. എനിക്ക് വളരെയധികം സന്തോഷമായി. ഐ ഹാവ് എൻജോയ്ഡ് ദ ട്രിപ്പ് വെരി മച്ച്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. ദാറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ വൺ ഫോർ മീ. എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒന്നായിരുന്നു ഇത്. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്കുള്ള ഹോംവർക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ നിങ്ങളും വേറൊരു സ്ഥലം സന്ദർശിച്ചതുണ്ടെങ്കിൽ അതുപോലെ എഴുതി നോക്കാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും ഈ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് പോകുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.